വെൽക്കം ടു എസ് ഫോർ സക്സസ്. കഴിഞ്ഞ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 14-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1957 ഓഗസ്റ്റ് 17-ന് സ്ഥാപിതമായ ആലപ്പുഴ ജില്ലയുടെ വിസ്തീർണം 1414 കിലോമീറ്റർ സ്ക്വയർ ആണ്. ആലപ്പുഴ ജില്ലയിൽ 6 മുനിസിപ്പാലിറ്റികളാണുള്ളത്. ആലപ്പുഴ, കായംകുളം, ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ, ഹരിപ്പാട് തുടങ്ങിയവയാണ് ഈ 6 മുനിസിപ്പാലിറ്റികൾ. ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുകളാണുള്ളത്. ചേർത്തല, മാവേലിക്കര, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ തുടങ്ങിയവയാണ് ഈ 6 താലൂക്കുകൾ. ആലപ്പുഴ ജില്ലയിൽ നിലവിൽ 12 ബ്ലോക്ക് പഞ്ചായത്തുകളും 72 ഗ്രാമപഞ്ചായത്തുകളുമാണുള്ളത്. 9 നിയമസഭാ മണ്ഡലങ്ങളുമാണ് നിലവിലുള്ളത്. ആലപ്പുഴ, മാവേലിക്കര എന്നിങ്ങനെയുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളും ആലപ്പുഴ ജില്ലയിലുണ്ട്. ആലപ്പുഴ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ് ആണ്. ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ച വ്യക്തിയാണ് ദിവാൻ രാജാ കേശവദാസ്. കിഴക്കിന്റെ വെന്നീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. കഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ചത്. 1957 കൊല്ലം, കോട്ടയം എന്നീ 2 ജില്ലകൾ വിഭജിച്ചാണ് 8ാമത്തെ ജില്ലയായി ആലപ്പുഴ രൂപം കൊള്ളുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് വനപ്രദേശങ്ങളുള്ളതും. കേരളത്തിൽ റിസർവ് വനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. വീയപുരം എന്നുള്ള ഒരൊറ്റ റിസർവ് വനം മാത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ജലോത്സവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലാണ് കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായതും കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്തുള്ള ജില്ലയും ആലപ്പുഴയാണ്. ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് വാട്ടർ ATM നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്താണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് പ്രവർത്തനം ആരംഭിച്ച ജില്ല കൂടിയാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമായ വയലാറും കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമമായ ഹരിപ്പാടും ആലപ്പുഴ ജില്ലയിലാണുള്ളത്. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ആയ ഉദയ 1947 സ്ഥാപിതമായതും ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ പ്രസിദ്ധ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണപ്പെടുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല കൂടിയാണ് ആലപ്പുഴ. വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19 PN പണിക്കരുടെ ചരമദിനമാണ്. പുതുവയൽ നാരായണ പണിക്കർ എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ജന്മസ്ഥലം കൂടിയാണ് ആലപ്പുഴ. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്ന ജില്ല കൂടിയാണ് ആലപ്പുഴ. കേരളത്തിന്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് ആലപ്പുഴ ജില്ലയിലാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിന്റെ നെതർലാൻഡ്, കേരളത്തിന്റെ ഡച്ച്, കേരളത്തിന്റെ നെല്ലറ, പമ്പയുടെ ദാനം എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കുട്ടനാടിനുണ്ട്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേ, കുട്ടനാടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ട് തുടങ്ങിയവ ആലപ്പുഴ ജില്ലയിലാണുള്ളത്. നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളാലും സമ്പുഷ്ടമാണ് ആലപ്പുഴ ജില്ല. കൃഷ്ണപുരം കൊട്ടാരം, പാതിരാമണൽ ദ്വീപ്, ആലപ്പുഴ ബീച്ച്, തുമ്പോലി ബീച്ച്, മരാരി ബീച്ച്, ലൈറ്റ് ഹൗസ്, അന്തർദേശീയ കയർ മ്യൂസിയം, പാണ്ഡവൻ പാറ തുടങ്ങിയവയും ഇതിനു പുറമെ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കേരളത്തിന്റെ പളനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം, ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം, അർത്തുങ്കൽപ്പള്ളി, എടത്വാപ്പള്ളി തുടങ്ങി നിരവധി ആരാധനാലയങ്ങളാലും പ്രസിദ്ധമാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.